കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന ആരോപണം. അത്തോളി സ്വദേശിയായ രാജൻ മരണപ്പെട്ടു. കാലിൽ മുറിവുമായി ഇന്നലെയാണ് രാജനെ ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. DMOയ്ക്ക് പരാതി നൽകുമെന്ന് കുടുംബം അറിയിച്ചു. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ഒപ്പം ചേരുന്നു. ഗോകുല്, വീണ്ടും ചികിത്സാ പിഴവിൻ്റെ വാർത്ത കോഴിക്കോട് നിന്ന് വരികയാണ്. എന്താണ് ഉണ്ടായത്? ഇന്നലെ വൈകിട്ട് 9:00 കൂടിയിട്ടാണ് അത്തോളി സ്വദേശിയായിട്ടുള്ള രാജനെ കാലിൽ ചെറിയ മുറിവും പഴുപ്പുമായി ബന്ധപ്പെട്ട് സർജറിക്ക് വിധേയനാക്കാൻ വേണ്ടി കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നേരത്തെ അത്തോളി തന്നെയുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ രാജനെ പ്രവേശിപ്പിച്ച സമയത്ത് അവിടെ സർജൻ ഇല്ലാത്തതിന്റെ പേരിലായിരുന്നു കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് ഇന്ന് പുലർച്ചെയാണ് ഈ രാജൻ എന്ന് പറയുന്ന വ്യക്തിക്ക് നെഞ്ചുവേദന അനുഭവപ്പെട്ടത്. നെഞ്ചുവേദന അനുഭവപ്പെട്ട സമയത്ത് രാജന്റെ കൂടെ ഉണ്ടായിരുന്നത് രാജന്റെ മകനായ റംലേഷ് ആണ്. ആ സമയത്ത് റംലേഷ് അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന നഴ്സുമാരോട് കാര്യം പറഞ്ഞു. അച്ഛന് ശ്വാസതടസ്സം അനുഭവപ്പെടുന്നു, നെഞ്ചുവേദന എടുക്കുന്നുണ്ട് എന്ന് പറയുന്നു. നിങ്ങൾ വന്ന് നോക്കണമെന്ന് പറഞ്ഞ സമയത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന നഴ്സ് പറഞ്ഞത് ഡോക്ടർമാർ അല്പസമയത്തിനകം വരുമെന്നാണ്. എന്നാൽ 4 മണിക്ക് ശേഷം 4-5 തവണയോ ഈ നഴ്സുമാരെ ബന്ധപ്പെട്ട സമയത്തും ഈ ഡോക്ടർമാർ ആരും വന്നിട്ട് ഈ റംലേഷിന്റെ അച്ഛനായ രാജനെ പരിശോധിക്കാൻ തയ്യാറായിട്ടില്ല എന്നൊരു ആരോപണമാണ് റംലേഷും കുടുംബവും മുന്നോട്ടേക്ക് വെക്കുന്നത്. പിന്നീട് 5:10 കൂടിയിട്ടായിരുന്നു ഡോക്ടർ വന്നിട്ട് ഈ രാജനെ പരിശോധിക്കുന്നത്. ആ സമയമാകുമ്പോഴത്തേക്കും രാജൻ മരണപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം നടന്നു തന്നെയായിരുന്നു രാജൻ ആശുപത്രിയിലേക്ക് വന്നത്. കാലിൽ ചെറിയൊരു മുറിവും പഴുപ്പുമായിരുന്നു. സർജറിക്ക് വിധേയനാക്കിയ വ്യക്തിയാണ് ഇപ്പോൾ മരണപ്പെട്ടുകൊണ്ട് ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനൊപ്പം തന്നെ ഈ ശ്വാസതടസ്സവും നെഞ്ചുവേദനയും അനുഭവപ്പെട്ട സമയത്ത് ആശുപത്രിയിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന നഴ്സുമാരോട് കാര്യം അവതരിപ്പിച്ചതിന് ശേഷവും ആരും തിരിഞ്ഞു നോക്കിയില്ല, പരിശോധിക്കാൻ തയ്യാറായിരുന്നില്ല. ഡോക്ടർമാർ റൗണ്ടിന് വരുന്ന സമയത്ത് പരിശോധിക്കാമെന്നൊരു മറുപടിയായിരുന്നു അത്രേ ഈ റംലേഷിന് അവിടെ ഉണ്ടായിരുന്ന ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന നഴ്സുമാർ നൽകിയത്. 4-5 തവണ, അതായത് ഓരോ സമയം കഴിയും തോറും അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളാകുന്നതിനനുസരിച്ച് ഈ റംലേഷിന്, രാജന്റെ മകനായിട്ടുള്ള റംലേഷ്, ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന നഴ്സുമാരോടും മറ്റധികൃതരോടും കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിലും 4-5 തവണ പറഞ്ഞതിന് ശേഷം മാത്രമായിരുന്നു ഡോക്ടർ ഒന്ന് വന്ന് പരിശോധിക്കാൻ തയ്യാറായത്. അതായത് ആദ്യം 4 മണിയോട് കൂടി ഇന്ന് പുലർച്ചെ 4 മണിയോട് കൂടിയിട്ട് ഈ നഴ്സിനോട് വിവരം പറയുന്നു. ആരോഗ്യനിലയിൽ മോശം സംഭവിക്കുന്നു, ശ്വാസം മുട്ട് അനുഭവിക്കുന്നുണ്ട്, നെഞ്ചുവേദനയെന്നാണ് പറയുന്നതെന്ന് പറയുന്നു. നഴ്സ് വരുന്നില്ല. പിന്നീട് 3 തവണ കൂടി പറയുന്നു. അങ്ങനെ മൊത്തം 4 തവണ പറഞ്ഞതിന് ശേഷം മാത്രമാണ് ഡോക്ടർ വരുന്നത്. 5:10 കൂടിയിട്ട് ഡോക്ടർ വരുന്നു. 5:16 കൂടിയിട്ട് ഡോക്ടർ ഈ രാജന്റെ മരണം സ്ഥിരീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ വിഷയത്തിലാണ് ആശുപത്രിക്കും ഡോക്ടർക്കുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായിട്ട് ഈ രാജന്റെ കുടുംബം രംഗത്ത് വന്നിട്ടുള്ളത്. DMO ഉൾപ്പെടെയുള്ളവർക്ക് നാളെ പരാതി നൽകുമെന്നാണ് ഈ രാജന്റെ മകനായിട്ടുള്ള രമേഷ് അല്പസമയം മുമ്പ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ രാജന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടാണ്, പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റിയിട്ടാണുള്ളത്. ഈ അന്ത്യകർമ്മങ്ങൾക്ക് ശേഷമായിരിക്കും പരാതി നൽകുന്നത് ഉൾപ്പെടെയുള്ള നിയമ നടപടികളിലേക്ക് കുടുംബം കടക്കുക. കൃഷ്ണരാജ്. ഇത് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ആദ്യമായല്ലോ. വിവിധ പരാതികൾ പല സമയങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ വെള്ളയിൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കോഴിക്കോട് ബീച്ച് ആശുപത്രി സ്ഥിതി ചെയ്യുന്നത്. ഈ വെള്ളയിൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കേസുകളുടെ എണ്ണം പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ചെറുതല്ലാത്തൊരു പങ്ക് ബീച്ച് ആശുപത്രിയിലെ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട പരാതികളൊക്കെ കാണുവാൻ വേണ്ടി സാധിക്കും. വെള്ളയിൽ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ അവിടെയുള്ള SI ഉൾപ്പെടെയുള്ള ആളുകളോട് സംസാരിച്ച സമയത്തും അവരും പറയുന്ന കാര്യം ഇത് തന്നെയാണ്. നിരന്തരമായിട്ടുള്ള പരാതികൾ വരുന്നു. ജീവനക്കാരുടെ എണ്ണത്തിൽ ഷോർട്ടേജ് ഉണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ആശുപത്രി കൃത്യമായ മരുന്നോ മറ്റുപകരണങ്ങളോ ഇല്ലാത്ത വേറൊരു വിഷയമാണ്. അങ്ങനെ ബീച്ച് ആശുപത്രിയുമായി ബന്ധപ്പെട്ട ആരോഗ്യ അവസ്ഥ പാടെ അവതാളത്തിലായിരിക്കുകയാണ്. ഈ സമയത്താണ് ഓരോ ദിവസവും പുതിയതായിട്ടുള്ള വാർത്തകൾ, ഈ ആശുപത്രിയിലെ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുന്നു. അതോടൊപ്പം തന്നെ മരുന്നിന്റെ ഷോർട്ടേജുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ പുറത്തു വരുന്നു. നിരന്തരം ഇത്തരത്തിലുള്ള വാർത്തകൾ ഒരു ആശുപത്രി കേന്ദ്രീകരിച്ച് പുറത്തു വരുന്നത് എന്നത് ആരോഗ്യവകുപ്പ് പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടതും അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കേണ്ടതുമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ഈ ഡ്യൂട്ടി ഡോക്ടർമാരൊക്കെ ആ സമയത്ത്, അതായത് പുലർച്ചെ 4 മണിയും 5 മണിക്കും ഇടയ്ക്ക് ഡോക്ടർമാർ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ആ സമയത്തൊന്നും ഡോക്ടർമാരെ ബന്ധപ്പെടുന്ന സമയത്ത് അവർ വന്ന് പരിശോധിക്കാൻ തയ്യാറാവുന്നില്ല. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം നടപ്പിലാക്കേണ്ടതുണ്ട്. കാരണം 24 മണിക്കൂറും ചികിത്സാ സൗകര്യങ്ങൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ആശുപത്രികളൊക്കെ ലഭ്യമാകേണ്ടതാണ്. അത് ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് ഒരു ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോലും എത്തിയിട്ടുള്ളത്. കൃഷ്ണരാജ് പറഞ്ഞതുപോലെ തന്നെ ഇത് ആദ്യമായിട്ടൊരു സംഭവങ്ങളല്ല. നിരന്തരമായിട്ട് ബീച്ച് ആശുപത്രിക്കെതിരെ ആരോപണങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാവാത്തതാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണമാകുന്നത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരു പിഴവ് ആവർത്തിച്ചിട്ടും നടപടി ഉണ്ടാകുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. ശുദ്ധീകരിച്ചതിൻ്റെ സമയമായിരിക്കുന്നു. അത് പലവട്ടം തെളിഞ്ഞതാണ്. പല ആരോപണങ്ങൾ ഗുരുതരമായത് ഉയർന്നു വന്നതാണ്. എന്നിട്ടും പരാതികൾ പലത്
അധികാരികളുടെ മുന്നിൽ ചെന്നിട്ടും നടപടി ഉണ്ടാകുന്നില്ല. അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഓർക്കണം, കാലിൽ മുറിവുമായും എന്ന ആൾ തിരിച്ചു പോകുന്നത് മരിച്ച നിലയിലാണ് എന്നുകൂടി നമ്മൾ ഓർക്കണം. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ കെ വേണുഗോപാൽ.